അല്ല ആ കുഞ്ഞിൻ്റെ സൈക്കിൾ കൊടുത്തിട്ട് പോയവൻ. മാമിക്കുട്ടി മാമ തിന്നാ? നമുക്ക് സൈക്കിളിൽ ഇരുന്നിട്ട് മാമ തിന്നാലോ? ഓത്തു മാമിൻ്റെ സൈക്കിൾ ഓത്തു, നമുക്ക് അങ്ങോട്ട് പോവാല. മോള് മാമൻ തിന്നണം. സൈക്കിൾ കൊടുത്തു. നേരത്തെ അവിടെ ഉണ്ടായതാന്നല്ലപ്പാ. മോളിവിടെ നിൽക്ക്, അമ്മ സൈക്കിള് നോക്കട്ടെ. എന്തെന്ന് ചോദിച്ചാ നീ പരുതെന്ന്? അല്ല ശാന്തേച്ചി, മോളെ സൈക്കിൾ ഇവിടെ കാണുന്നില്ല. നേരത്തെ ആടെ ഉണ്ടായതാന്ന്. ഇനി ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയോ മോപ്പാ? വേറെ ആരും അല്ല കൊണ്ടുപോയിനി, നിന്റെ വീട്ടിലത്തെ കള്ളൻ തന്നെയാ കൊണ്ടുപോയിനി. അല്ല ഈശേ, എനിക്ക് കള്ളുകൂടി എൻ്റെ ഒപ്പം നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടാ? എനിക്ക് എൻ്റെ വീട്ടിൽ പോയിക്കൂടെ? അല്ലാണ്ട് ഇവ നന്നാവുന്നൊന്നും നീ വിചാരിക്കണ്ട കേട്ടാ. ആ കുഞ്ഞങ്ങ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. മോളെ അച്ഛൻ വന്നു. കുഞ്ഞാവേ എൻ്റെ മോള് കഴിച്ചോട്ടാ. കഴിപ്പാട്ടതാ അച്ഛൻ കൊണ്ടുവന്നല്ലേ. മോള് കഴിച്ചോ? ഇവനേടി ഉണ്ടായിനാ അശ്രീകരം. മോളെ ജിഷേ, അമ്മാവാ ഭാഗത്തിരിക്ക. അകത്തേക്കൊന്നും വരുന്നില്ല. ഇപ്പം തന്നെ മനസ്സ് നിറഞ്ഞു. ഇവനെന്താ പണിക്കൊന്നും പോയിട്ടേ? അല്ല, പണിക്ക് പോയ ഇവിടെ ഇങ്ങനെ കാണുമല്ലേ. ഇവനെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം നോക്കിയിട്ട് വന്നിന്. ഇവൻ ഇടിയുണ്ട് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്തിട്ടില്ല. ആ മോളെ, ഞാൻ വന്നത് മോളെ കല്യാണമാണ് അടുത്ത മാസം. ഡേറ്റ് അറിയാലോ, 20-ന്. അപ്പം നീയും കുഞ്ഞും നേരത്തെ കാലത്തെ അങ്ങോട്ടേക്ക് വന്നോളൂ. പിന്നെ ഇവൻ ആ ഭാഗത്ത് കാണാൻ വേണ്ടി പാടില്ല. ഇവനാ മറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ കാല് ഞാൻ അവിടെ തച്ചിട്ട് പൊളിക്കും. പറഞ്ഞേക്കാന്ന് അറിയുള്ളൂ. ഞാൻ പോവാ. കള്ളും കുടിച്ചിട്ട് കിടക്കും നാണും മാനുമില്ലാണ്ട് വെറുതെ കുടുംബത്തിന് പേര് കളയാൻ വേണ്ടിയിട്ട്.
അരി വാങ്ങാന്ന് പറഞ്ഞിട്ട് പോയിട്ട് സമയം എത്രയായിപ്പാ? മോളാണെങ്കിൽ ഇപ്പോൾ എണീക്കുകയും ചെയ്യും. ഏട്ടൻ വരുന്നൊന്നും കാണുന്നൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ വരലൊന്നും ഉണ്ടാവില്ല അരിയും കൊണ്ട്. എവിടെയും കള്ളു കുടിച്ചിരിക്കുന്നുണ്ടാവും. മോളാണെങ്കിൽ ഇപ്പോൾ വിശന്ന് കരയാനും തുടങ്ങും. ഇനിയിപ്പോൾ ശാന്തേച്ചിയുടെ അടുത്തായിട്ടും പോയി ചോദിക്കാൻ തോന്നുന്നു. കഞ്ഞി വെച്ചാൽ കഞ്ഞീൻ്റെ വെള്ളം മുഖം കോരി കൊടുക്കാലാ. എങ്ങനെ ചോദിക്കലാന്ന്? കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ സാധനമൊന്നും ഇവിടെ കൊടുത്തില്ല. രാവിലെ തന്നെ ഇവള് പാത്രം എടുത്തിട്ട് വരുന്നുണ്ടല്ലോ. എന്തെങ്കിലും കടം വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ സാധനം ഇതുവരെ തന്നിട്ടില്ല. എന്തായാലും ഇന്നത്തോടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ശാന്തേച്ചി, കുറച്ച് അരി തരുവാ? പ്രസാദ് അരി വാങ്ങാൻ പോയിട്ടുണ്ട്, വന്നാട് കൊണ്ടുതരാ. പ്രസാദിൻ്റെ കാര്യം നീ പറയുമൊന്നും വേണ്ട. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ഒന്നും വിചാരിക്കൊന്നും വേണ്ട. നമ്മളിവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് തന്നെയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാധനത്ത് വന്നാലേ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. നീ ഒന്നവിടെ നിന്നേ. എന്നാ ഇപ്പം ഞാൻ ഇത് തന്നത് ആ കുഞ്ഞിൻ്റെ മുഖാലോചിച്ചിട്ട് മാത്രമാണ്. ഇനി ഇത് ആവർത്തിക്കണ്ട.